നമുക്ക് ഗോൾഡിൽ നമുക്കൊരു എൻട്രി ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈഡേ 10:23 ടൈം വന്നിരിക്കുന്നത്. ഓൾറെഡി ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇനി ഒരു 5 മിനിറ്റ് ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഇൻട്രാഡേ ലിക്വിഡിറ്റി സ്വീപ്പിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് ഒരു 1:3 നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. നമുക്കിവിടെ എന്തായാലും നമ്മുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു നമ്മൾ ഫിബ് വെച്ചിട്ട് ഒരു ഇക്വിലിബ്രിയം ഏരിയയിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പത്തെ സ്വിങ് ഹൈ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 1:3 ടാർഗറ്റ് നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളെന്തായാലും SMC ഗോൾഡിനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഗോൾഡിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി കൂടിയാണത്. നിങ്ങൾക്ക് ഗോൾഡിലോ അല്ലെങ്കിൽ ക്രിപ്റ്റോ BTCയിലൊക്കെ നിങ്ങൾക്ക് ബിറ്റ് കോയിനിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും 1:3 ടാർഗറ്റ് ഉണ്ട്. പ്രീവിയസ് സ്വിങ് ഹൈയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിൻ്റെ ടാർഗറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ അല്ലയോ എന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 9:58 കഴിഞ്ഞിരിക്കുകയാണ്. നിഫ്റ്റിയിൽ നമുക്ക് നമ്മുടെ ഇന്നലെ മാർക്ക് ചെയ്ത പ്രീ മാർക്കറ്റ് അനാലിസിസിൽ വന്ന ലെവൽസുകളൊന്നും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് ഇന്ന് മോർണിംഗ് നിഫ്റ്റിയിലുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഇൻട്രാഡേ കൺഫർമേഷനിലായി നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു FEG കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ന്യൂസൊക്കെ ഒരു നെഗറ്റീവ് ആയതുകൊണ്ടും നമ്മുടെ ട്രെൻഡ് താഴ്ത്തിക്കായതുകൊണ്ടും നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു FEG കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. പ്രീവിയസ് സ്വിങ് ഹൈയിൽ ആ വിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റോപ്പ് ലോസും നമുക്ക് സെറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 1:4 ടാർഗറ്റാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ മിനിമം ഒരു 1:3 എങ്കിലും ടാർഗറ്റ് വെക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് നിഫ്റ്റിയുടെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ടാർഗറ്റാണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ എന്ന്. എന്തായാലും ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ചെന്ന് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്തായാലും വരുന്നുള്ളൂ. നമ്മൾ അതിനുള്ളത് നമ്മൾ വെച്ചിട്ടുള്ളൂ. ടാർഗറ്റ് നമ്മൾ ഡേ ലോ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ട് വേണമെങ്കിൽ അപ്പ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും ഇനി ഫർദർ മൂവ്മെൻറ്റ് ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. 1:4 ടാർഗറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:06 കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ പകുതിയോളം മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു BOSും കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ലോ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഗുഡ് സൈനാണ്, ഫർദർ ഫാളിലേക്കുള്ളൊരു ഗുഡ് സൈനാണ്. അപ്പോൾ നമുക്കിത് BOS മാർക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 75% മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നിട്ടുണ്ട്. മെയിനായിട്ട് താഴെ എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ് നമ്മൾ താഴെയുള്ളത്. ഓൾറെഡി FEG ഓൾറെഡി 9:30 ടൈമായപ്പോൾ ടേക്കൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ടാർഗറ്റാണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ എന്ന്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. 10:09 ആയിട്ടുണ്ട്. നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 95%, ഓൾമോസ്റ്റ് 1:3.5 ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒരു 5% കൂടിയും ടാർഗറ്റ് കൂടി ഹിറ്റ് ആവാനുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബുള്ളിഷ് സൈഡിലുള്ള ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഈ വിക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡേ ലോ സ്വീപ്പ് ചെയ്തിട്ട് ഇനി ഫർദർ അപ്വേർഡ് മൂവ്മെൻറ്റ് പോവുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ട്രേഡ് ലോജിക്ക്. ഓൾമോസ്റ്റ് ഒരു 95% ഓൾമോസ്റ്റ് ടാർഗറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഈ ഓർഡർ ബ്ലോക്ക് എടുത്ത് മുകളിലേക്ക് പോവും അതോ ഫർദർ ഫാൾ ചെയ്ത് അടിയിലൊരു 25,396 to 384 ഒരു സപ്പോർട്ട് കൂടി നമുക്ക് നിഫ്റ്റിയിലുണ്ട്.
ആ ഏരിയയിലേക്ക് വന്നിട്ട് ആണോ ഇനി ഫർദർ മൂവ്മെൻറ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2% കൂടി മൂവ്മെൻറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റാവും. ഓൾമോസ്റ്റ് നമ്മുടെ ബുള്ളിഷ് സൈഡിലുള്ള ഓർഡർ ബ്ലോക്ക് കൂടി നമുക്കിവിടെ വരച്ച് വയ്ക്കാം. അപ്പോൾ ഈ ലോഡ് ഈ വിക്കിൻ്റെ ഏരിയയാണ് നമുക്ക് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി FEG ഓൾറെഡി ടേക്കൺ ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓർഡർ ബ്ലോക്കും കൂടി ഇപ്പോൾ ടേക്കൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ടാർഗറ്റ് ഹിറ്റാവോ അതോ ഈ ഓർഡർ ബ്ലോക്ക് റെസ്പെക്റ്റ് ചെയ്ത് ഫർദർ അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവോ ഇല്ല നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ടൈം 10:47 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഒരു റിവേഴ്സൽ തന്നിട്ട് നമ്മുടെ ആ FEGയുടെ അവിടെയുള്ള ആ ഹൈ ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്വീപ്പ് എൻട്രി നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 25,550 പുട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അറൗണ്ട് 150 ടു പ്രീമിയം റേഞ്ചിലാണ് എൻട്രി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ എൻട്രി നമ്മൾ കൊടുത്തിട്ട് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും ഫർദർ ഡൗണ് കിട്ടുമോ അതോ വീണ്ടും സ്റ്റോപ്പ് ലോസ് അടിക്കുകയോ ഇല്ലയോ നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഒരു പകുതിയോളം മൂവ്മെൻറ്റ് ഇവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു സേഫ് ടാർഗറ്റൊക്കെ ഒരു 15 points ഒക്കെ ഓൾറെഡി ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 200 നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം ടാർഗറ്റാണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത്. എന്തായാലും നമ്മുടെ വ്യൂ എന്തായാലും കറക്റ്റാണ് എന്തായാലും. പക്ഷേ എന്തായാലും ഒരു സൈഡ് വേസ് ആ റേഞ്ചിൽ കിടന്ന് മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റേഞ്ചിൽ നിന്ന് പുറത്ത് തന്നെ. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ടാർഗറ്റാണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ അല്ലെന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 12:18 കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറും കൂടി നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. രണ്ടാം ടൈമാണ് അവിടെ ആ പോയിന്റിലേക്ക് എത്തുന്നത്. നമ്മൾ കൊടുത്തിരുന്ന 25,550 പുട്ട് ഓൾമോസ്റ്റ് 40 points നമുക്ക് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്ര മൂവ്മെൻറ്റ് എന്തായാലും ഈ സൈഡ് വേസ് മാർക്കറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നിങ്ങൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഏത് മാർക്കറ്റിലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഉള്ള മാർക്കറ്റ് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മാർക്കറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ ട്രേഡ് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ എന്തായാലും അത് ഇനി മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇവിടുന്ന് മാർക്കറ്റ് അപ്പ് സൈഡാണോ അതോ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് താഴത്ത് സപ്പോർട്ട് എടുക്കുകയോ ഇല്ലെന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈം 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് നമ്മുടെ ഡേ ലോ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1:4 ടാർഗറ്റ് നമ്മുടെ എത്തിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടുന്ന് ഒരു ബുള്ളി സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓൾറെഡി നമുക്ക് ഓപ്ഷനിൽ 40 points ഓൾറെഡി കിട്ടിയായിരുന്നു. നമുക്കിനി ഫ്രഷ് ആയിട്ടുള്ള ട്രേഡ് നമ്മളിനി ഇപ്പോൾ നോക്കണ്ട. എന്തായാലും ഇതെന്ന് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സപ്പോർട്ട് എടുക്കാൻ നമുക്ക് വീണ്ടും ട്രേഡിങ് ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും വരുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് ആയിട്ട് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെയാണ് സ്റ്റോപ്പ് ലോസും ഇല്ല, ടാർഗറ്റ് മറ്റേ അടിയിലേക്ക് ഫർദർ മൂവ്മെൻറ്റും ഇല്ലാണ്ട് ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ എൻട്രി എല്ലാം വരുന്നത് കണ്ടില്ലേ, മെയിനായിട്ട് നമ്മൾ FEGന്ന് എൻട്രി എടുത്ത കാരണം തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വെറും 8 points സ്റ്റോപ്പ് ലോസ് മെയിനായിട്ട് വരുന്നുള്ളൂ. അതുപോലും ഈ സൈഡ് വേസ് മാർക്കറ്റ് ഹിറ്റ് ആയിട്ടില്ല. അത് റൈറ്റ് എൻട്രി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അത് ഇൻ കേസ് ഇപ്പം നടുവിലൊക്കെ ഇപ്പോൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ ആ ഫാള് കണ്ടപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസൊക്കെ വലുതാവും. അപ്പോൾ ഈ സൈഡ് വേസ് മാർക്കറ്റിലുള്ള ഡീക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ലെവലുകൾ എത്തുന്നവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ എൻഡ് എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കണമെങ്കിൽ അടിക്കട്ടെ, നമുക്ക് ഇനിയുണ്ടല്ലോ ടാർഗറ്റ്, നമുക്ക് ഇനിയും ട്രേഡുകളുണ്ട്, അതിനകത്ത് ടാർഗറ്റ് അടിച്ചാലും മതി. എപ്പോഴും പറയാറുള്ള പോലെ 10 ട്രേഡിൽ 7 എണ്ണവും സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ബാക്കി 3 എണ്ണം 1:3 1:4 ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോസിലായിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് റൈറ്റ് പ്ലേസിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഞങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സഡൻ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ മാർക്കറ്റുകൾക്ക് അറിയാമല്ലോ, അപ്പോൾ സഡൻ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പോയി എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ലോസ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും നിങ്ങളത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് തന്നെ വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 3 മണി ആവാറായിട്ടുണ്ട്. നമ്മുടെ എത്ര ടൈം നമ്മുടെ ആ പുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് നമുക്ക് നോക്കാം. 1 2 3 4 തവണ നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്. അത് 3 പ്രാവശ്യം ഓർഡർ ബ്ലോക്കിൽ വന്ന് വീണ്ടും ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത FEGയിൽ ടാപ്പ് ചെയ്ത് വീണ്ടും നമ്മുടെ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു. പക്ഷേ വീണ്ടും ഒരു ടാർഗറ്റിലേക്കോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിലേക്കോ മൂവ് ചെയ്യാനായിട്ട് ഒരു ഫർദർ മൂവ്മെൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് ഉണ്ടായിട്ടില്ല. ഈ ഒരു റേഞ്ചിൽ തന്നെ സൈഡ് വൈസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു മറ്റൊരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടായില്ലെങ്കിൽ തന്നെ നമ്മുടെ എടുത്ത ട്രേഡ് ഓൾമോസ്റ്റ് 40+ പോയിൻറ്റ്സ് നമുക്ക് ഓപ്ഷനിൽ 25,550 പുട്ടിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നോട്ട് ബാഡാണ്, എന്നാൽ വലിയ കുഴപ്പമില്ല. നല്ലൊരു ഫർദർ ഒരു ബിഗ് മൂവ്മെൻറ്റ് നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നിഫ്റ്റി ട്രേഡ് നമുക്കിന്ന് ഓൾമോസ്റ്റ് ഇനി എന്തായാലും ടൈമില്ല, ഓൾമോസ്റ്റ് 2-3 മണിക്ക് അടുത്താവാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ട്രേഡ് അത്രേ ഉള്ളൂ. നിഫ്റ്റിയിൽ ഇനി ഫ്രഷ് എൻട്രീസ് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഗോൾഡിൻ്റെ ട്രേഡ് നമുക്ക് ടാർഗറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈഡേ നമുക്ക് എൻട്രി കിട്ടിയ ഗോൾഡിൻ്റെ XAUUSDയുടെ ട്രേഡ് 1:3 ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അതൊരു SMC വെച്ചിട്ടുള്ള ട്രേഡ് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പിലും പിന്നെ ഒരു ലോവർ ടൈം ഫ്രെയിം 50 മിനിറ്റും 5 മിനിറ്റും ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടിയൊരു ട്രേഡാണ് ഗോൾഡിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഒരെണ്ണം ടാർഗറ്റ് അടിച്ചു. നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇനി ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നമുക്ക് നല്ല നല്ല ട്രേഡുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.